ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് 2 ലെയറായിട്ട് വരുന്ന ഒരു പുഡിങ്ങാണ് കാണിക്കുന്നത്. ചൈന ഗ്രാസും ജെലാറ്റിനും ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. എളുപ്പത്തിൽ ചെയ്തെടുക്കുകയും ചെയ്യാം. ക്യാരറ്റ് വെച്ചിട്ടാട്ടോ രണ്ടാമത്തെ ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ആദ്യത്തെ ലെയർ മിൽക്ക് പുഡിംഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു സോസ് പാനിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കി എടുക്കുക. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണമെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൽ നമ്മൾ ചൈന ഗ്രാസോ ജെലാറ്റിനോ ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇത് ഉറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗളിൽ ഒരു 1/4 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചൂടായ പാലിന് 1-2 ടേബിൾ സ്പൂൺ പാൽ അതിലേക്ക് ഒഴിച്ചിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് പിന്നെ ഫ്ലെയിം സിമ്മിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു കോൺഫ്ലോറിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി അത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് നല്ല തിക്കായിട്ട് വരും. അത്യാവശ്യം നല്ല തിക്കായിട്ട് വരണം, എന്നാൽ മാത്രമേ നമ്മുടെ പുഡിങ് സെറ്റായി കിട്ടുകയുള്ളൂ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. ഇതുപോലെ നല്ല കുറുക്ക് പോലെ കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മിൽക്ക് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇതുപോലത്തെ ഒരു പുഡിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കേക്കിൻ്റെ ടിന്നാണെങ്കിൽ അതെടുക്കാം. ഏതിലാണോ നിങ്ങൾ പുഡിങ് സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. ചെറിയ ബൗളായാലും മതി. അപ്പോൾ വെറും 4 ചേരുവകൾ മാത്രമേ നമ്മൾ ഈ ഒരു 2 ലെയർ പുഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. നല്ലോണം ചൂടാറിയതിന് ശേഷം അടുത്ത ലെയർ ചെയ്യുന്നത് വരെ ഇത് ഫ്രീസറിലോ മറ്റും വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടിക്കോളും. ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ വെച്ചോന്ന് പറഞ്ഞത്. ലാസ്റ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ വെച്ചാൽ മതി. അപ്പോൾ ആ പുഡിങ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാരറ്റ് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് 3 ക്യാരറ്റ് ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ക്യാരറ്റ് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നവരെ തന്നെ വേവിച്ചെടുക്കണം. ആ അരച്ചെടുത്ത പേസ്റ്റ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ജസ്റ്റ് വേവിച്ചെടുക്കണം. ഇപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു ക്യാരറ്റിൻ്റെ പച്ചമണം പോകുന്നത് വരെ ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഇതുപോലെ ഇളക്കിയെടുക്കുക. ഇത് രണ്ടാമത്തെ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഏലക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് നിരടിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. പഞ്ചസാര മെൽറ്റാകുമ്പോൾ തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഇറങ്ങി വന്നോളും. പിന്നെ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം യോജിപ്പിച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് രണ്ടാമത്തെ ലെയർ ആയതുകൊണ്ട് തന്നെ ഇതും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലോറിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്യണം. ഇപ്പോൾ ഞാൻ 2 ടീസ്പൂണോളം കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത് ഈ ഒരു ക്യാരറ്റിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഒരു കോൺഫ്ലോറിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വന്നോളും. നമുക്കിത് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ പാകത്തിന് തിക്കായിട്ട് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ രണ്ടാമത്തെ ലെയറിനുള്ള ക്യാരറ്റിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ ഒരു മിൽക്ക് പുഡിങ്ങിൻ്റെ മുകളിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയേ വേണ്ടൂ. ഒരുപാട് സമയം പുറത്ത് വെച്ചിട്ട് ചൂടാറാൻ നിൽക്കരുത്. പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കണം. സാധാരണ നമ്മൾ ലെയർ പുഡിങ് ചെയ്യുന്നത് പോലെ ഒരുപാട് സമയം ആദ്യത്തെ പുഡിങ് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് രണ്ടാമത്തെ പുഡിങ് റെഡിയാക്കുക, അങ്ങനെയൊന്നും വേണ്ട. ഇപ്പോൾ ഞാൻ അരമണിക്കൂറും കൂടി എടുത്തിട്ടില്ല. ആദ്യം ഒന്ന് നല്ലോണം ചൂടാറാൻ വേണ്ടി വെച്ചതിന് ശേഷം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് അപ്പോഴത്തേക്കാണ് രണ്ടാമത്തെ ലെയർ ആയപ്പോൾ രണ്ടാമത്തെ ലെയർ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ് ഒരു ലെയർ പോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. രണ്ടാമത്തെ ലെയറും സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, താഴെ വെച്ചാൽ മതി. അപ്പോൾ ഇത് 2 മണിക്കൂറാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നത്.
അപ്പോൾ ഇത് നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇതുപോലെ സൈഡിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു 2 ലെയർ പുഡിങ്ങിൻ്റെ റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ശരിക്കും ബ്ലോക്ക് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ചൈന ഗ്രാസും ജലാറ്റിനും ഒക്കെ ചേർത്ത പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ് തന്നെയാണ്. പെട്ടെന്നൊരു പാർട്ടി ഉണ്ടായാൽ പോലും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്